ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മൾ ബഹ്റിനിൽ പോയപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിനെ കാണാൻ പോയതാണ്. റിലേറ്റീവാണ്, നെയ്ബറാണ്. അവൻ അതിനേക്കാളുപരി എൻ്റെ ഒരു അനിയൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവനെ കാണാനായിട്ട് ഞങ്ങൾ ബഹ്റിനിൽ പോയപ്പോൾ അവരുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവർ താമസിക്കുന്നത് ഒരു റിസോർട്ടിലാണ്. ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവനല്ല, അവൻ്റെ വൈഫിന് അവിടെയാണ് ജോലി. അപ്പോൾ അവരുടെ അക്കോമഡേഷൻ അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാത്തവൻ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അങ്ങനെ വീട്ടിലോട്ട് കയറിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെളിയിലിറങ്ങി ആ ഏരിയ ഫുള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങൾ കണ്ടു നോക്കൂ ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ ഓരോന്നും നടന്ന് പറയുന്ന കൂട്ടത്തിൽ ആ കൊച്ചെനിക്ക് ഓരോന്ന് പറഞ്ഞു തരിക. എന്തോ ആ കാണുന്ന വില്ലയില്ലേ, അതിനൊക്കെ മാസം നമ്മുടെ നാട്ടിൽ 6 ലക്ഷം രൂപയോളം വാടക കൊടുത്താണ് അവിടെ താമസിക്കുന്നത്. അവിടെ അങ്ങനെ ഒരുപാട് വില്ലകളുണ്ട്. അവിടെയൊക്കെ ടൂറിസ്റ്റ് വന്ന് താമസിക്കുന്നതാണ്. മെയിനായിട്ട് ടൂറിസ്റ്റ് ആയിരിക്കും വന്ന് താമസിക്കുന്നത്. ചിലർക്ക് സ്വന്തമായിട്ടുള്ള വില്ലേഴ്സ് ഉണ്ട്. അവരവിടെ വല്ലപ്പോഴും വന്ന് പോവുകയൊക്കെ ചെയ്യും. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ, നമ്മുടെ നാടൻ ചെമ്പരത്തി നോക്കിക്കേ, എത്ര അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത് നോക്കിക്കേ. നമുക്ക് കൊണ്ട് ചെമ്പരത്തി, ഇതുവരെ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്ന ചെമ്പരത്തി ഞാൻ കണ്ടിട്ടേ ഇല്ല. എത്ര അടിപൊളിയായിട്ടാണ് അവരവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളല്ലേ. നമ്മുടെ റിസോഴ്സസ് ഒന്നും നന്നായിട്ട് ഉപയോഗിക്കില്ല, പക്ഷെ അവർ ഇത് കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ അങ്ങ് ബഹ്റിനിൽ ചെന്ന് കാണാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് കാണുകയാണ്. അപ്പോൾ അതൊരു സീ ഷോറിനോട് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് കടലിൻ്റെ ഭാഗമാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ട് കപ്പലൊക്കെ ഉണ്ട്. കപ്പലല്ല, ചെറിയ ബോട്ടുണ്ട്. അവർക്ക് ആ ബോട്ടിൽ അവർ പോയി ഇങ്ങനെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തും, ചിലപ്പോൾ ഫിഷിങ് നടത്തും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ബോട്ട് ഇടാനുള്ള ഒരു ചെറിയ ഹാർബർ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ആണ് അവർക്ക് അതിൻ്റെ പാർക്കിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. അതൊരു ഓൾമോസ്റ്റ് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് കിടക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിലെ പിള്ളേർ, ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടു. അവരുടെ കൂടെ ഇങ്ങനെ വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയൊക്കെ കുടിച്ചുകൊണ്ട് കടലൊക്കെ കണ്ട് കാറ്റുമൊക്കെ കണ്ടുപിടിക്കുക. അവിടുത്തെ കടലാണ് കേട്ടോ. പിന്നെ അവിടെയുള്ള കടലുകൾക്കൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരയുണ്ടെന്ന് പേടിക്കുകയേ വേണ്ട. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ആ വെള്ളം കിടക്കുന്നത് നോക്കിക്കേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവക്കുട്ടൻ ഷൂ ആയിട്ടിരുന്നുകൊണ്ട് ഞങ്ങൾ ശാലുവിൻ്റെ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങണം. അവൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞു അങ്ങനൊന്നും പേടിക്കേണ്ട, വന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് മാളു അവനെ പിടിച്ചിറക്കുക. അപ്പോൾ മാളും കൂടി അവൻ്റെ കൂടെ കയറി അതൊന്ന് ഇറങ്ങി. എനിക്ക് ഇറങ്ങണമെന്നുള്ളത്, പക്ഷേ ഞാൻ ഷൂ ആയിട്ടിരുന്നേ. അപ്പോൾ ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. പിന്നെ അത് ഊരാനുള്ള മടി കാരണം ഞാൻ ഇറങ്ങിയില്ല. അവനെ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അമ്മ അത് ഭയങ്കര തണുപ്പില്ലാതിരിക്കുമോ വെള്ളത്തിന് എന്നാ പറഞ്ഞ് അവനെ പതിയെ അങ്ങോട്ട് തള്ളിവിട്ടു. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ചെറിയ ഉപ്പൊക്കെ ഉള്ള വെള്ളം തന്നെയാണ്, പക്ഷേ നല്ല ക്ലിയറാണ്, നല്ല കൂളാണ്. അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല കിടിലൻ ആംബിയൻസ് ആണല്ലേ. ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമല്ലേ. പക്ഷേ എന്നും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ താമസിച്ചാൽ അത് വലിയ ഭാഗ്യമാണെന്ന് നമുക്ക് തോന്നത്തില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളത് തന്നെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റാറില്ലല്ലോ. നമുക്ക് ഇച്ചിരി ദൂരെ നിൽക്കുവാണെങ്കിൽ, അതല്ലേ നമ്മൾ പറയുന്നത്, നമ്മുടെ സൗന്ദര്യം കാണണമെങ്കിൽ, നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അയൽപ്പക്കക്കാരൻ്റെ ജനലിൽ കൂടി നോക്കണം എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഭംഗിയൊന്നും അറിയില്ല. പക്ഷേ അല്ലാത്തപ്പം വരുമ്പോൾ ഇതൊരു സൂപ്പർ ഡൂപ്പർ നയനാനന്ദകരമായ ഒരു ഇത് തന്നെയാണ്, കാഴ്ച തന്നെയാണ്. അപ്പോൾ അതാ കുറച്ച് ആളുകളൊക്കെ ഫിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് റെഡിയായിട്ട് അവരുടെ ബോട്ടിൽ ഇങ്ങനെ പോകുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ ഒരു കൊച്ചു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സ്ഥിര താമസമുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവക്കൂട്ടൻ അവിടെ പോയി സന്ധ്യയായിടാ വാടാന്ന് പറഞ്ഞിട്ട് വരത്തില്ല. അപ്പോൾ അപ്പോഴത്തേക്കെന്താ എനിക്ക് ഇവിടെ കയറിയിട്ടൊന്ന് നിരങ്ങണം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവൻ അതിൻ്റെ മണ്ടയിലോട്ട് കയറുകയാണ്. അപ്പോൾ കുറേ സമയമായി നമുക്കിനി തിരിച്ചു പോയി ബഹ്റിൻ ടു സൗദി ആ ചെക്ക് പോസ്റ്റൊക്കെ കടന്നു വരാൻ സമയമെടുക്കും, ഭയങ്കര തിരക്കാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് വരാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവിടെ നല്ല കളിയായിരുന്നു. പിന്നെ ഞങ്ങളെ ഒരു വിധത്തിൽ പിടിച്ച് പൊക്കിയാണ് കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കൂടി അമ്മ ഒരു ടൈം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവരോടെല്ലാം ചാച്ചാ ബൈ ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 1 ഡേ ഇൻ ബഹ്റിൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സന്ധ്യയായി, രാത്രിയോടടുപ്പിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.